വാ, ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമേ. അതെ, കഴിഞ്ഞ ദിവസം ഓണത്തിന് ഞാൻ ഉപയോഗിച്ച സെറ്റും ഉണ്ടാണ്. അതെന്ത് ചെയ്തിട്ടുണ്ട്, ഇതാ കണ്ടു, നന്നായിട്ട് അലക്കിയിട്ട് വിരിച്ചിട്ടൊക്കെയാണ്. ഞാൻ എന്താണ് ഇതിന് ഉപയോഗിച്ചതെന്നറിയോ? സ്റ്റിഫൻ ഷൈനൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇതിന് നന്നായിട്ട് അലക്കിയിട്ട് ഇത് ചെയ്ത് കഞ്ഞിവെള്ളം അരിച്ച് എടുത്ത് നന്നായിട്ട് മുക്കി പിഴിഞ്ഞ് ഇത് ആറിയിട്ടിരിക്കുകയാണ്. ബ്ലൗസും ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിലുള്ള ബ്ലൗസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചാൽ എന്തുണ്ടാവും? ശരിക്കും പറഞ്ഞാൽ ഞാനിത് അയൺ ചെയ്യാറില്ല. ഇത് നന്നായിട്ട് മടക്കി അലമാരയിൽ വെക്കും. നല്ല കട്ടി ഉണ്ടാവും കേട്ടോ. അലമാരയിൽ വെച്ച് പിന്നീട് ഉപയോഗിക്കും. ഞാൻ അയൺ ചെയ്യാറില്ല. പൊതുവേ ഞാൻ കഞ്ഞിവെള്ളമാണ് ഈ സെറ്റ് മുണ്ട്, സെറ്റ് സാരി അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കാറ്. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അയൺ ചെയ്യേണ്ട എന്നത് തന്നെയാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് അയൺ ചെയ്യണം എന്നുള്ളവർക്ക് അയൺ ചെയ്യാം കേട്ടോ. പൊതുവേ ഞാൻ അയൺ ചെയ്യാറില്ല. ഓക്കെ, എനിക്ക് ഭയങ്കര മടിയാണ്. ദാറ്റ് ഈസ് ദ ഫാക്റ്റ്. ഓക്കെ, ഇതാ കണ്ട് ഇഷ്ടം പോലെ ചിത്രശലഭങ്ങൾ, ഇങ്ങനെ പൂമ്പാറ്റകൾ കണ്ടില്ലേ? കാണുന്നുണ്ടോ? കുറേ പൂമ്പാറ്റകളുണ്ട് കേട്ടോ, ഇങ്ങനെ പാറി നടക്കുന്ന നല്ല രസമുണ്ട് കാണാൻ. നോക്ക്, ചെമ്പരത്തി, ഞങ്ങൾ ചെമ്പരത്തിയാണ് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് വെയിൽ കൊള്ളുക. ഞാൻ വെയിലത്താട്ടിട്ടാണ്. നന്നായി വെയിൽ കൊണ്ട് മടക്കി വെച്ചാൽ അടിപൊളിയായിരിക്കും. നല്ലൊരു സുഖം ഉണ്ടാവും നമുക്ക് കൊടുക്കാനൊക്കെ. ഓക്കെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വെറുതെ സ്റ്റിഫൻ ഷൈനൊക്കെ വാങ്ങി പൈസ പോക്കണ്ടല്ലോ. കഞ്ഞിവെള്ളം നമ്മളെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ അമ്മമ്മമാരും അമ്മയൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്താണ്? കഞ്ഞിവെള്ളമാണ്. ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു, കഞ്ഞിവെള്ളമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കാലം സ്റ്റിഫൻ ഷൈനൊക്കെ ഉപയോഗിച്ചിരുന്നേ, പിന്നെ അത് നിർത്തി. ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാനിത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെയിൽ കൊണ്ടാലും മണമൊന്നും ഉണ്ടാവില്ല, നല്ല മണമായിരിക്കും, നല്ല സുഖമായിരിക്കും കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.